ഹലോ, അപ്പോൾ നമ്മൾ ഇന്നൊരു സെമി ബ്രൈഡൽ ഹെന്നയാണ് ചെയ്യുന്നത്. അതിന് ഇതുപോലെ ഒരു 4 ഫിംഗർ ലെങ്ത് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടെ ഒരു ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് അവിടെ ഇതുപോലെ സ്കാലപ്സ് ചെയ്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് തിക്ക് ലൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് പ്രഷറിങ് കൊടുത്തിട്ട് ഒന്ന് തിക്കാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബോർഡർ വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ ഫ്ലവർ ചെയ്യുകയാണ്. ഹംസ് വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവർ തന്നെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ എത്ര സ്കാലപ്സാണ് ചെയ്തത് അതിനനുസരിച്ചിട്ട് ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂടും കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ ഡോട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ലീഫ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതിൽ ഗ്യാപ്പിലാണ് കൊടുത്തത്. വേണമെങ്കിൽ ഫ്ലവറിൻ്റെ മുകളിലായിട്ട് അങ്ങനെയും കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കൈയുടെ റിസ്റ്റ് പോർഷൻ, അതായത് ഉള്ളം കൈയിലേക്ക് കയറുന്ന പോർഷനിൽ ഇതുപോലെ ഒരു 6 ലൈൻസ് ഇട്ട് കൊടുക്കുക. ബോർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈനാണ്. 6 എണ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ അതിൻ്റെ മുകളിൽ ഹംസ് കൊടുത്തിട്ടുണ്ട്. ഹംസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ അവിടുന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് 2 ലൈന് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ലീഫ് ചെയ്ത് കൊടുക്കുകയാണ്. 2 സൈഡിലും ചെയ്ത് വെയിനാക്കി. ഇനി ഇതേപോലെ ഈ കൂർത്ത് നിൽക്കുന്ന എല്ലാ പോയിന്റിൽ നിന്നും ഓരോ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇവിടെ നമുക്ക് വെയിൻസ് തന്നെ ചെയ്യാം, അപ്പോൾ ഹെവി ആവും. അപ്പോൾ ഇവിടെ ഡോട്ട്സ് മാത്രം ഇട്ട് കൊടുത്ത് ഇപ്പുറത്ത് വെയിൻസ് തന്നെ ചെയ്യണം. വെയിൻസ് ഫുള്ള് കിട്ടൂല, അതുകൊണ്ട് ഹാഫാ ചെയ്ത് ഇപ്പുറത്തും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ സെൻറ്ററിൽ ഒന്ന് തിക്ക് ലൈൻ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഹംസ് തന്നെ അപ്ലൈ ചെയ്യാണ്. ഇനി നമ്മൾ ഉള്ളം കൈയിലേക്ക് കയറണം. അപ്പോൾ ഇതുപോലെ തം ഫിംഗറിൻ്റെ സൈഡിലേക്ക് കേട്ടോ ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ഒരു 5 ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ബോർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് 5 ലൈൻസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഗ്രിഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെക്സ് വരച്ചു കൊടുക്കുക. ഇനി ഡോട്ട്സ് ഇട്ടിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ വലിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ചെയ്ത് കൊടുത്തു. ഇനി ഇതിൽ ഒരെണ്ണം തിക്ക് ലൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഹംസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക്, അതായത് ചെറുവിരലിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ ഒരു ആർച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ ഇന്നൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഫിംഗറിൻ്റെ കുറച്ച് താഴേക്കാണ്. ഇതുപോലെ ഒരു ആർച്ച് വരച്ചു കൊടുത്തിട്ട് അതിന് ഇങ്ങനെ ബോർഡർ ആക്കിയിട്ട് വരയ്ക്കുന്നുണ്ട്. 5 എണ്ണം തന്നെ ഇവിടെയും കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇൻവേഴ്സ് ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഏത് ഡിസൈൻ വേണമെങ്കിലും നമ്മൾ വരയ്ക്കാം. ഇതിലിപ്പോൾ അറബിക് കാഷ്യൂവും സർക്കിളും ലീഫും മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. ഫ്ലവർ വേണമെങ്കിൽ ഫ്ലവർ വെച്ചിട്ടൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ലോട്ടസോ അങ്ങനെ ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതുപോലെ അറബിക് കാഷ്യൂം ലീഫും സർക്കിളും മാത്രമാണ് ഇതിൽ കൊടുത്ത്. എന്നിട്ട് ഇതൊന്ന് നമ്മൾ മൊത്തത്തിൽ ഫിൽ ചെയ്തെടുത്തു. ഓക്കെ, ഇനി ഇതിലും അതേപോലെ ബോർഡറിനെ ഒന്ന് തിക്ക് ലൈൻ ആക്കി അതിൻ്റെ പുറമെ ഹംസും വരച്ചു. ഇനി ഇവിടെ നമ്മൾ ഇതുപോലെ ലീഫ് കൊടുക്കുകയാണ്.